ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുന്ന ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. അതിനായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഇത് ഒരു ചെറിയ വാക്യമാണെങ്കിൽ ഇതിന്റെ ആഴം വളരെ വലുതാണ്. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉയർച്ചയ്ക്കും ദൈവികമായ ഒരു അടിസ്ഥാനമുണ്ട്. തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു സത്യമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഒറ്റപ്പെടൽ കാലം ഉണ്ടാകാറുണ്ട്. ഏലിയാവ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ഗുഹകളിൽ ഒളിച്ചു പാർത്തു. അതുപോലെ നമ്മളും ദൈവിക വഴിയിൽ നടക്കുമ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയേക്കാം. സത്യം പറഞ്ഞാൽ ആരും ഒറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണെന്നോ, നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ നല്ല സ്ഥാനം, അതായത് കംഫർട്ട് സോൺ വിട്ടുകളയുവാൻ പേടിയാണ്. ആളുകൾക്കിടയിലെ നമ്മുടെ വിലയും പദവിയും നഷ്ടമാകുമോ എന്നാണ് നമ്മുടെ ഭയം. ദൈവം നമ്മോട് ഒരു കാര്യം ചെയ്യുവാനോ ഒരു വഴിയിലൂടെ നടക്കുവാനോ പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ വിട്ടുകളയുവാൻ നമ്മൾക്ക് മടിയാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് പകരം നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നത്. ലോകത്തിൽ കാണുന്ന പ്രതാപത്തിലും സുഖത്തിലും വിലസി ജീവിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നാം അറിയേണ്ട ഒരു ദൈവിക മർമ്മമുണ്ട്. ദൈവം നമ്മളെ ഒരുക്കുന്ന വഴികൾ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ആയിരിക്കില്ല. ആ യാത്ര നമ്മുടെ ഉള്ളിൽ വിഷമം നിറച്ചേക്കാം. എങ്കിലും പേടിക്കേണ്ട. നടന്നു തളർന്നവന് മന്ത്രിയുടെ രഥത്തിൽ കസേരയിട്ട് കൊടുക്കുന്നതാണ് ദൈവിക പദ്ധതി. മരുഭൂമിയിലേക്ക് നടന്നു വന്നവനെ ദൈവിക പ്രവർത്തിക്കു ശേഷം ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നോക്കി ദൈവാത്മാവിൽ ഒരു പ്രവചനമായി ഞാൻ പറയുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവിക വഴികളിൽ വിശ്വസ്തരാണെങ്കിൽ ഫിലിപ്പോസിനുണ്ടായ അതേ അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകി തരുവാൻ പോവുകയാണ്. ഇന്ന് വരെ ആരും യാത്ര ചെയ്യാത്തതുപോലുള്ള യാത്രയാണ് ഫിലിപ്പോസിനായി ദൈവം ഒരുക്കിയത്. അതുപോലെ നിങ്ങൾക്കായി ദൈവം ഒരുക്കുകയാണ്. അതെ, ഇന്നും ദൈവം നമുക്കായി ഒരുക്കുന്ന വഴികൾ, യാത്രകൾ, ഉയർച്ചകൾ ഒന്നും ലോകത്തിന് തെളിവായതല്ല. എന്നാൽ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിന്റെ കരം ഇന്നും നമുക്കായി ഉയർന്നു നിൽക്കുമെന്നുള്ള വളരെ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചന ചിന്തയ്ക്കായി, ദൈവശബ്ദത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കുന്ന എല്ലാ നല്ല ആത്മീയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.